കൊല്ലം പൊന്മന കാട്ടിൽ മേക്കതിൽ ദേവി ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവത്തിന് തൃക്കൊടിയേറ്റ് ബ്രഹ്മശ്രീ തുറവൂർ ഉണ്ണികൃഷ്ണൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ചടങ്ങുകളുടെ മറ്റു വിവരങ്ങൾ കൂടി. കാട്ടിൽ മേക്കതിൽ അമ്മയുടെ തിരുനടയിൽ വൃശ്ചികോത്സവത്തിന് കൊടിയേറുകയാണ്. ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഈ പൂജകളൊക്കെ തന്നെ പുരോഗമിച്ചിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ കൊടിയേറ്റ് ചടങ്ങ് നടക്കും. 28-ാം തീയതി വരെ നടക്കുന്ന ഈ ഒരു വൃശ്ചികോത്സവം നിരവധി ഭക്തരാണ് ഇന്ന് ഈ തൃക്കൊടിയേറ്റിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കൊടിയേറ്റ് ചടങ്ങുകൾ പുരോഗമിക്കുക തന്നെയാണ്. രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകളും അതോടൊപ്പം തന്നെ ഈ വൃശ്ചികോത്സവത്തിനായുള്ള ഒരുക്കങ്ങളും ഒക്കെ നടന്നിരുന്നു. ഇപ്പോൾ ബ്രഹ്മശ്രീ തുറവൂർ ഉണ്ണികൃഷ്ണൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇത് കഴിഞ്ഞാൽ, അതായത് തൃക്കൊടിയേറ്റ് കഴിഞ്ഞാൽ 30ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന ഈ പഞ്ചാരി മേളമുണ്ട്. അതോടൊപ്പം തന്നെ ഉദ്ഘാടന സമ്മേളനമുണ്ട്. അതിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമദ് ശുഭാംഗാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. അതോടൊപ്പം തന്നെ പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എംപിമാരും അതോടൊപ്പം MLA-മാരും അടക്കം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇന്നു മുതൽ നടക്കുന്ന ഈ ഒരു വൃശ്ചികോത്സവത്തിന്റെ ഭാഗമാകുവാൻ നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ കൊടിമരത്തിലേക്ക് അല്പസമയം തന്നെ ഈ കൊടിയേറും. ഇവിടെ വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ദേവീ സ്തുതികളോടുകൂടി ഭക്തരെല്ലാം അങ്ങനെ കാത്തു നിൽക്കുന്നു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഈ ഒരു ഉത്സവ നാളുകൾ അതിനുവേണ്ടി ഭക്തരെല്ലാം തന്നെ ഇവിടെ കുടില് കെട്ടി താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് പണ്ട് മുതൽ തന്നെ ആചരിക്കുന്നതാണ്. കാട്ടിൽ മേക്കതിൽ അമ്മയുടെ ആ ഒരു തിരുനടയിൽ കുടില് കെട്ടി ഭജനമിരിക്കുക എന്നുള്ളത്. അത്തരത്തിൽ ഭജനമിരിക്കുന്ന നിരവധി ഭക്തരുണ്ട്. അവരൊക്കെ തന്നെ ഈ കൊടിയേറ്റിന് സാക്ഷ്യം വഹിക്കുവാൻ പല നാടുകളിൽ നിന്ന്, അതായത് നാനാദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തുന്ന ഭക്തർ. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്ര തിരുനടയിൽ കൊടിയേറുമ്പോൾ അവരെല്ലാം തന്നെ പ്രാർത്ഥനയോടുകൂടി അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൊടിയേറ്റ ചടങ്ങുകൾ അങ്ങനെ പുരോഗമിക്കുന്നുണ്ട്. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം തന്നെ ഈ ക്ഷേത്ര തിരുനടയിൽ ഈ വൃശ്ചികോത്സവത്തിന് കൊടിയേറും. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇനി നടക്കുന്ന ഓരോ ദിവസങ്ങളിലും പ്രത്യേക പരിപാടികളും അതോടൊപ്പം തന്നെ സാംസ്കാരിക പരിപാടികൾ അതോടൊപ്പം തന്നെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഈ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസിദ്ധമാണ്. അത്തരത്തിൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ ക്ഷേത്രത്തിലാണ് ഇന്ന് തൃക്കൊടിയേറുന്നത്. മനോജ് പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രം ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് അവിടുത്തെ പ്രാർത്ഥനാ രീതികളായാലും ചടങ്ങിൻ്റെ സവിശേഷതകളായാലും അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദൂരദിക്കുകളിൽ നിന്നടക്കം നിരവധി ഭക്തരാണ് ക്ഷേത്രസന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. എല്ലാ കാലവും കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന്റെ പ്രത്യേകത പ്രസിദ്ധമാണ്. കാരണം ഈ മണികെട്ട് അമ്പലമാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പ്രാർത്ഥനയോടുകൂടി ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി മണികെട്ടി ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യവും സാധ്യമാകുമെന്നുള്ള വിശ്വാസമാണ്. ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിൽ ആ കൊടിമരത്തിൽ ആ തൃക്കൊടിയേറുകയാണ്. വൃശ്ചികോത്സവത്തിന് തൃക്കൊടിയേറുകയാണ്. ഇതോടുകൂടി ഇന്നു മുതൽ നടക്കുന്ന ഈ ഒരു ഉത്സവ നാളുകൾ അതിൽ ഓരോ ദിവസവും ഇവിടെ ഭക്തർ ഒഴുകിയെത്തും. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ ഒരു തൃക്കൊടിയേറ്റ്, അതിനുശേഷം പഞ്ചാരി മേളമുണ്ടാകും, പിന്നീട് ഉദ്ഘാടന സമ്മേളനം ഉണ്ടാകും. അങ്ങനെ ഈ ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഇനിയുള്ള നാളുകളിൽ ഓരോ ദിവസവും നടക്കുന്ന ഈ ചടങ്ങുകളിൽ ഭാഗമാകുവാൻ നിരവധി പേർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു തുടക്കം അത് തന്നെയാണ് ഈ വൃശ്ചികോത്സവത്തിന്. അങ്ങനെ കൊടിയേറുമ്പോൾ പ്രാർത്ഥനയോടെ ദേവീ സ്തുതികൾ മുഴക്കി ഇവിടെ ഓരോരുത്തരും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മണികെട്ടമ്പലം എന്ന പ്രശസ്തമായ
ക്ഷേത്രം. ഏതൊരു കാര്യവും ആഗ്രഹിച്ച് ഇവിടെ ഈ പേരാലിൽ മണി കെട്ടുമ്പോൾ ഇവിടെ എത്തുന്ന ഭക്തർക്കുണ്ടാകുന്ന ഒരു സംതൃപ്തിയുണ്ട്. അത് കഴിഞ്ഞ് അവരാ ആഗ്രഹം സാധിക്കുമ്പോൾ ഇവിടേക്കെത്തും. അവർ ഈ പ്രാർത്ഥനയോടുകൂടി ഈ ക്ഷേത്രത്തിൽ എന്നും എത്തുമെന്നുള്ളതാണ്. എന്തായാലും എല്ലാ കാലവും പ്രസിദ്ധമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് പ്രധാനപ്പെട്ട ഐതിഹ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിന്റെ ഈ ഒരു പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന നിരവധി പേർ, അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ക്ഷേത്രത്തിലെ ഈ തൃക്കൊടിയേറ്റ് ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇത് കഴിഞ്ഞ ശേഷമാകും അടുത്ത ചടങ്ങുകൾ. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉദ്ഘാടന സമ്മേളനമുണ്ട്. അതോടൊപ്പം പിന്നീട് വരുന്ന ദിവസങ്ങളിൽ വൃശ്ചിക പൊങ്കാലയുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സാംസ്കാരിക പരിപാടികൾ. എന്തായാലും ഇപ്പോൾ വാദ്യമേള ഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ തൃക്കൊടിയേറ്റ് ചടങ്ങാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ, അതായത് പുലർച്ചെ 4-ന് പള്ളി ഉണർത്തലും അതോടൊപ്പം തന്നെ ഹരിനാമ കീർത്തനവും നിർമ്മാല്യ ദർശനവും ഒക്കെ ഉണ്ടായിരുന്നു. 5 മണിയോടുകൂടി ഗണപതി ഹോമം, പിന്നീട് പഞ്ചമി വിശക്തി കലശ പൂജയുണ്ടായിരുന്നു. ഉഷപൂജയും പന്തീരടി പൂജയും അഖണ്ഡനാമ ജപവും ഒക്കെ കഴിഞ്ഞ ശേഷം 8:15-ന് കഞ്ഞി സദ്യ. അതിനുശേഷമാണ് ഇപ്പോൾ തൃക്കൊടിയേറ്റ് നടന്നിരിക്കുന്നത്. തൃക്കൊടിയേറ്റിന് ശേഷം ഇനി പഞ്ചാരി മേളവും അതോടൊപ്പം തന്നെ ഈ കൊടിമര ചുവട്ടിൽ വിഭവ സമർപ്പണമുണ്ട്. അതായത് ഈ പ്രസാദ ഊട്ടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാനാകും. അത് കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു ഉദ്ഘാടന സമ്മേളനം ഉണ്ടാകുക. എന്തായാലും 1-ാം ദിവസം വളരെയധികം വിപുലമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ് ക്ഷേത്രത്തിലുള്ളത്. വരുന്ന ദിവസങ്ങൾ എല്ലാ ദിവസവും ഇവിടെ അന്നദാനവും അതോടൊപ്പം തന്നെ വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നിരവധി കലാപരിപാടികൾ ഉണ്ടാകും. അത്തരത്തിൽ മനോജ് പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ മേക്കതിൽ ദേവീ ക്ഷേത്രത്തിൽ, ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ തൃക്കൊടിയേറ്റ് നടന്നിരിക്കുകയാണ്. ഇനിയുള്ള ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും.